തൃശൂർ കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസ് ഒതുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ 20 ലക്ഷം വാഗ്ദാനം ചെയ്തുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന്റെ വെളിപ്പെടുത്തൽ. 4 പേർക്കെതിരെ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. CCTVയിൽ ഉൾപ്പെടാത്ത 2 പേർ കൂടി തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നും സുജിത്ത് പറഞ്ഞു. കേസ് പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടായെന്ന് കോൺഗ്രസ് നേതാവ് വർഗീസും ആരോപിച്ചു. പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം ശരിവെക്കുന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. കുറ്റക്കാരായ പോലീസുകാർ ജോലി ചെയ്യുന്ന സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചു. KPCC പ്രസിഡന്റ് ഇന്ന് സുജിത്തിനെ കാണും. ലോക്കപ്പ് മർദ്ദനം നടന്നിട്ട് സെറ്റിൽമെൻറ്റ് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കുന്നോളം. മുന്നത്തെ ഒരു ആയിരുന്ന ഒരു ആൾ ഉൾപ്പെടെ അതിൽ സെറ്റിൽമെൻറ്റ് തല്ലിയതിൻ്റെ ശേഷം സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. 20 ലക്ഷം രൂപയാണ് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ല, അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പറയുന്ന ഏതൊരു സെറ്റിൽമെൻറ്റിന് തയ്യാറായിരുന്നു. നമ്മൾ പറയുന്ന ഏതൊരു ഓഫർ അവർ എടുക്കാൻ തയ്യാറായിരുന്നു. ഏത് CCTVയിൽ പെടാത്ത ശശിധരൻ, അതുപോലെ ഡ്രൈവറായിരുന്ന ഷുഹൈർ, അവർ CCTVയിൽ തല്ലണമായിട്ട് CCTVയിൽ റൂമില്ല. അവിടുന്ന് കഴിഞ്ഞ് നേരെ സ്റ്റേഷൻ്റെ 2ാം നിലയ്ക്കാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ വെച്ചിട്ടാണെന്നും എല്ലാവരും കൂട്ടമായിട്ട് നല്ല രീതിയിൽ ഇവിടെ കാണിച്ചേറ്റും വൈരാഗ്യത്തോട് കൂടിയിട്ട് അവിടെ വെച്ചിട്ട് പെരുമാറിയിട്ട് നല്ല രീതിയിൽ തല്ലിയിട്ടുള്ളത്. അത് CCTVയിൽ ഉൾപ്പെടാത്തൊരു കാരണവശാലാണ് ഷുഹൈറിനെ ഉൾപ്പെടുത്താത്തതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തേക്കാണ് പലരും വന്നത്. പല പോലീസ് ഉദ്യോഗസ്ഥരും എൻ്റെ അടുത്തേക്ക് കേസ് പിൻവലിക്കണം, അവരുടെ ജീവിതമാണ് അത് കാരണം അവസാനിപ്പിക്കണമെന്നുള്ള പല ഉദ്യോഗസ്ഥരെന്നെ വിളിച്ചിരുന്നു. അത് സ്റ്റേഷനിലെ മുകളിൽ തട്ടിൽ ക്യാമറയില്ല. സുജിത്തിനെ മർദ്ദിച്ചതിൻ്റെ 10%, 20% നമുക്ക് ലഭ്യമായ ദൃശ്യം. അതിന് മുകളിൽ ക്യാമറയില്ല. അതിനേക്കാൾ ഉപരി കേരളത്തിൽ ഒരു സ്റ്റേഷനിലും ഇല്ലാത്തതുപോലെ ACP ഓഫീസിൻ്റെ മുകളിൽ ഒരു പഴയ CI ഓഫീസുണ്ട്. അവിടെയാണ് കേരളത്തിലെ എന്താ പറയുക ഇത്രയും ഭീകരമായ മർദ്ദനം നടക്കുന്നൊരു ഇടിമുറിയുള്ളത്. അവിടെ ലോക്കപ്പ് മർദ്ദനം ഇന്ന് അല്ലെങ്കിൽ ഒരു മരണം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. MK ഷുക്കൂർ വീറുമായി ചേരുന്നു. ഷുക്കൂർ, ഈ CCTV ദൃശ്യങ്ങളിൽ ഉൾപ്പെടാത്ത ആളുകളും തന്നെ മർദ്ദിച്ചു. ആ മർദ്ദനത്തിന് ഒരു 10% മാത്രമേ CCTVയിൽ ഉള്ളൂ എന്നാണ് വർഗീസ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇനി കൂടുതൽ പോലീസുകാർ ഇതിൽ പ്രതിയാവുമോ? അജിംസ്, ഈ സംഭവം നടക്കുന്ന 2023 ഏപ്രിൽ മാസം ഈ സുജിത്തിന്റെ വീട്ടിൽ നിന്നും കുന്നംകുളം പോലീസ് സ്റ്റേഷൻ എത്തുന്നതുവരെയുള്ള സമയത്ത് വലിയ മർദ്ദനം സുജിത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് പോലീസ് വാഹനത്തിലും പിന്നീട് വഴിയിൽ നിർത്തിയുമെല്ലാം പോലീസ് ജീപ്പിൽ വെച്ച് സുജിത്തിനെ മർദ്ദിച്ചിട്ടുണ്ട്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയ ശേഷം നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. പോലീസ് സ്റ്റേഷനിൽ CCTV ഇല്ലാത്ത 1ാം നിലയിലേക്ക് കൊണ്ടുപോയിട്ടും മർദ്ദിച്ചു എന്ന് സുജിത്ത് പറയുന്നുണ്ട്. അവിടെ CCTV ഇല്ല എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ സുജിത്തും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നേതാവ് കൂടിയായ വർഗീസും പറയുന്നുണ്ട്.